മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മുമ്പെങ്കും ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രചരണം നടത്തിയിട്ടും ചേലക്കരയിൽ തോറ്റു. എന്തു പറ്റിയെന്ന പരിശോധനയ്ക്കൊടുവിൽ ജില്ലാ നേതൃത്വം എത്തുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവിലേക്കാണ്. രമ്യ ഹരിദാസ് പരാജയമായിരുന്നു. പാർട്ടി അവതരിപ്പിച്ചതുകൊണ്ട് രമ്യ ഹരിദാസിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വ്യക്തിയെ വീണ്ടും മത്സരിപ്പിച്ചത് വീഴ്ചയായെന്നുമാണ് പ്രാദേശിക വികാരം. തോൽവി പരിശോധിക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. നേതൃത്വമല്ലേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്, എല്ലാവരും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചാണ്. അതൊക്കെ നമ്മൾ പരിശോധിക്കും, അതെല്ലാം പരിശോധിക്കും. എന്റെ കണക്ക് തെറ്റിയ സ്ഥലമാണ് ചേലക്കരയിൽ, ഞാനത് സമ്മതിച്ചല്ലോ. ഞാനൊരു 3000 വോട്ടിന്റെ വ്യത്യാസത്തിലെങ്കിലും ജയിക്കുമെന്ന് കരുതിയ ഇതാണ്. 2021 ഭൂരിപക്ഷം 10,000-ലേക്ക് കുറയ്ക്കാനായത് നേട്ടമെന്ന് KPCC നേതൃത്വം പുറമേക്ക് അവകാശപ്പെടുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന് നഷ്ടമായ വോട്ടുകളുടെ പകുതിക്ക് BJPയും പങ്കുപറ്റിയിട്ടുണ്ട്. ഇടതുപക്ഷം 38 കൊല്ലം അല്ലേ, 38 കൊല്ലം CPM-ന്റെ കയ്യിൽ വെച്ചൊരു കോൺസ്റ്റൻസിയാ നിങ്ങൾ ഓർക്കണം. മനസ്സിലായോ? ആ കോൺസ്റ്റൻസിന്റെ അകത്ത് അവർ കഴിഞ്ഞ തവണ ജയിച്ചത് 38 സംതിങ് ഇങ്ങനെ ജയിച്ചത് ആ കോൺസ്റ്റൻസിയിൽ അവര്. അതാണ് ഇപ്പോ പത്ര കിട്ടിയ 12,000 അല്ലേ, 12,000 വോട്ടിലേക്ക് താണത്. VD സതീശൻ നേരിട്ടാണ് ചേലക്കരയിൽ പ്രചരണം നയിച്ചത്. പാലക്കാട്ടെ വലിയ വിജയത്തിന് അവകാശവാദമുയർത്തുന്നവർക്ക് ചേലക്കരയിലും ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ചയില്ലെങ്കിൽ സ്ഥാനാർത്ഥി പോരാ എന്ന നിഗമനത്തിലേക്ക് നേതൃത്വം എത്താനാണ് സാധ്യത. ഇതിനിടെ തൃശൂരിലെ പാർട്ടിയിലെ വീഴ്ചയും ചർച്ചയിലുയരുന്നു. നേതൃത്വം ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഒരു വർഷം കൊണ്ട് തൃശൂർ ജില്ല 20 വർഷം മുമ്പ് അവിടുത്തെ UDF എന്തായിരുന്നു, ആ സ്ഥിതിയിലേക്ക് ഒരു വർഷം കൊണ്ട് തൃശൂരിനെ മാറ്റും. ഇപ്പൊ സംഘടനാ ദൗർബല്യവും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നത് ഞാൻ സമ്മതിക്കുന്നു. പാലക്കാട്ടെ വൻ വിജയവും ചേലക്കരയിലെ തോൽവിയും വിലയിരുത്താൻ KPCC യോഗവും മുന്നണി യോഗവും ഉടൻ ചേരുന്നുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളുടെ മുന്നൊരുക്കവും ചർച്ചയാവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ചേലക്കരയിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിലും തർക്കം രൂക്ഷമാണ്. സ്ഥാനാർത്ഥി നിർണയം പിഴച്ചതാണ് തോൽവിക്ക് കാരണമെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.